ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ വനിതകൾക്കായി ഒരു ടെക്നോളജി ക്ലാസ് നടത്തപ്പെടുകയുണ്ടായി. ടെക്നോളജി മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനും വിവിധങ്ങളായ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഓൺലൈൻ ഷോപ്പിംഗ്, AI, മെറ്റ AI, ചാറ്റ് GPT, പേരന്റൽ കൺട്രോൾ, ടൈപ്പിംഗ് എന്നിങ്ങനെ 5 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ക്ലാസ് നടത്തപ്പെട്ടത്. ഓൺലൈൻ ഷോപ്പിംഗ്. ഈ സെഷൻ വഴി കുടുംബശ്രീ വനിതകൾക്ക് ഓൺലൈൻ ഷോപ്പിംഗിന്റെ സൗകര്യങ്ങളും ഇടപാടുകളും എങ്ങനെ നടത്താമെന്ന് മനസ്സിലാക്കി കൊടുത്തു. വിവിധ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്തി. തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയണമെന്നതും ചർച്ച ചെയ്തു. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സാങ്കേതിക വിദ്യയിൽ ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച AI കുറിച്ചാണ് അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. അതിനായി ആദ്യം തന്നെ AI കുറിച്ച് ഒരു ചെറിയ വിവരണം ഞങ്ങൾ പങ്കുവച്ചു. അടുത്തിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത മെറ്റ AIയെയും ചാറ്റ് GPTയെയും കുറിച്ചായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള ചർച്ച. ചിത്രങ്ങളും പാചകക്കുറിപ്പും തുടങ്ങി അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന പരിശീലനം നൽകി. പേരന്റൽ കൺട്രോൾ. ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കോവിഡ് കാലത്ത് മാതാപിതാക്കളിൽ മിക്കവരും സ്വന്തം മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു കാണുമല്ലോ. അവർ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എത്ര നേരം ഉപയോഗിക്കുന്നു എന്നെല്ലാം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് പേരന്റൽ കൺട്രോൾ. കുട്ടികളുടെ സുരക്ഷയ്ക്കായി മൊബൈൽ കമ്പനിക്കാർ സ്വന്തമായി ഇറക്കിയ ഒരു അപ്ഡേറ്റ് ആണിത്. ടൈപ്പിംഗ്. രേഖകൾ തയ്യാറാക്കാനും തൊഴിലിൽ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാക്കാനുമുള്ള ഒരു കഴിവാണിത്. ടൈപ്പിംഗ് നമ്മളെ സമ്പൂർണ്ണ ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ ടൈപ്പിംഗിനെ കുറിച്ചാണ് അവസാന സെക്ഷനിൽ ഞങ്ങൾ ക്ലാസ് എടുത്തത്. ഇതിനായി ഞങ്ങൾ K-ലെറ്റർ അതുപോലെ തന്നെ മങ്കി ടൈപ്പ് തുടങ്ങിയ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ചു.
സമയക്കുറവ് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ച ഒരു ഇതാണ് ടൈപ്പിൻ്റെ ഇതിൽ ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അത് ആ ക്ലാസ് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മറന്നുപോയായിരുന്നു, 10 വർഷമായി ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ കുറച്ചുകൂടെ ടൈമൊക്കെ കിട്ടാതെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കായിരുന്നു. പിന്നെ ഈ മീഷോ പോലത്തെ ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ അതൊക്കെ എല്ലാവരും ചെയ്യണം കണ്ടിട്ടുണ്ട്. അത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കേട്ടപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് നോക്കാമെന്നുള്ള ഇത് വന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ഇതില്? ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പിംഗ് ആണോ? ടൈപ്പിംഗ് ആണ്. ഞാൻ ടൈപ്പ് റൈറ്റിംഗിൽ 12 വർഷം ലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.